അതായത് പാലയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഷോൺ ജോർജ് ജയിക്കാനുള്ള സാധ്യത ഏറി വരികയാണ്. 10,000-ൽ നിന്ന് പല മടങ്ങായിട്ട് അദ്ദേഹത്തിന് വോട്ട് വർദ്ധിപ്പിക്കാനുള്ള ശക്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതുകൂടാതെ ഇപ്പോൾ അദ്ദേഹത്തിന് ബൂസ്റ്റായിട്ട് വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് നമ്മുടെ റോഷി അഗസ്റ്റിനും അതുപോലെ തന്നെ ജോസ് കെ മാണിയും തമ്മിലുള്ള ഒരു ഡിവിഷൻ ഓഫ് ഒപ്പീനിയൻ നേരത്തെ നമ്മൾ കണ്ടതാണ്. പാലയിലേക്ക് വാസ്തവത്തിൽ റോഷി തള്ളിവിടുകയായിരുന്നു ജോസ് കെ മാണിയെ. അതുപോലെ ഇടതുപക്ഷത്ത് നിന്ന് വലതുപക്ഷ മുന്നണിയിലേക്ക് യാത്ര ചെയ്യണമെന്ന് ജോസ് കെ മാണി ആഗ്രഹിച്ചിരുന്നു. അവിടുന്ന് തള്ളാതെ പുറകോട്ട് പുഷ് ചെയ്ത് ആളാണ് റോഷി. കാരണം അദ്ദേഹവും പിന്നെ വേറെ 2 MLA കൂടെ ചേർന്ന് അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമെന്നുള്ള പേടി വന്നു. താൻ ഒറ്റപ്പെട്ടു പോകും, ഒന്നുമല്ലാതായി തീരുമെന്നുള്ള പേടി കൊണ്ടാണ് തിരിച്ചു വന്നത്. ആ ഡിവിഷൻ ഇപ്പോൾ കുറച്ചുകൂടെ ബലപ്പെട്ട് വരികയാണ്. കാരണം ഇടുക്കിയിൽ റോഷി ഉഗ്രമായിട്ട് ജയിക്കും. LDF ആയിരുന്നെങ്കിൽ മന്ത്രിയാവും. ജോസ് കെ മാണിയുടെ കാര്യം പരിങ്ങലിലാണ്. കാരണം ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം, 2 മുന്നണികൾ തമ്മിലുള്ള മത്സരമല്ല അവിടെ നടക്കുന്നത്, 3 മുന്നണികൾ തമ്മിലുള്ള ശക്തമായിട്ടുള്ള പോരാട്ടമാണ്. അപ്പോൾ ജോസ് കെ മാണിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് വളരെ കുറവ്, 30% മാത്രമേ ഉള്ളൂ. ബാക്കി 70% മറ്റവർക്ക് അനുകൂലമാണ്. അതിലേതാണ് കൂടുതലെന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കും. മെയ് മാസത്തിലേ നമുക്കറിയാം. ഈ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇക്കുറി പാലയിൽ നടക്കും. ഒന്ന്, ഈ ഷോൺ ജോർജ് ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ വിജയത്തോടടുക്കും എന്ന് പറഞ്ഞാൽ വിജയത്തോളം എത്തുന്ന ഒരു പരാജയത്തിലായിരിക്കും. എന്തായാലും 2ാം സ്ഥാനം ഉറപ്പാണ്. ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കും. അപ്പോൾ അതൊരു വലിയ ചരിത്ര സംഭവമാണ് പാലയിൽ. 2, ജോസ് കെ മാണി 3ാമതേക്ക് പോകും, ഉറപ്പാണ്. പോവുക മാത്രമല്ല, കേരള കോൺഗ്രസ് മാണി വിഭാഗം പിളർപ്പിലേക്കും പോകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. കേരള കോൺഗ്രസ് പിളർപ്പിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. കേരള കോൺഗ്രസ് പിളരുന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്. വിഷുക്കാലമാകുമ്പോൾ കണിക്കൊന്ന പൂക്കും, പൂക്കാതിരിക്കാൻ എനിക്ക് ആവതില്ലല്ലോ. പൂക്കാതിരുന്നാലാണ് അസ്വാഭാവികം. അതുപോലെ കേരള കോൺഗ്രസ് പിളരാതിരുന്നാലാണ് അസ്വാഭാവികമായിട്ട്. കേരള കോൺഗ്രസ് പിളരുമ്പോൾ അതൊരു വലിയ ഞെട്ടലും, പിളരാതിരുന്നില്ലെങ്കിലാണ് ചരിത്ര സംഭവം ഒന്നും അല്ല. ശരിയാ, പിളരും, അത് പിന്നെയും വളരും, പിളരും. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ആ അക്ഷരവും കൊടുത്ത് നിർത്തുമെന്നുള്ളത്. അപ്പൊ പാലയില് അങ്ങനെയൊക്കെയുള്ള വലിയ ചരിത്ര സംഭവം നടക്കും. കാരണം ഇതിനകത്ത് ജോസ് കെ മാണിക്ക് പറ്റിയിരിക്കുന്ന തിരിച്ചടി 2021 അങ്ങോട്ടേക്ക് പോയി, LDFിനോടൊപ്പം പോയി. ജോസ് കെ മാണിക്ക് എന്ത് നേട്ടമുണ്ടായി? ഇവരുടെ ഒരു കുടുംബ സ്വത്ത് പോലെ കരുതിയിരുന്ന ഇടമാണ് പാലാ മണ്ഡലം. അത് പോയില്ലേ? അത് പോയി. KM മാണിയുടെ മരണശേഷം ഈ മണ്ഡലം കൈവിട്ടുപോയി. ആ ഉപതെരഞ്ഞെടുപ്പിൽ പിന്നെ ജോസ് കെ മാണിയല്ല മത്സരിച്ചത്, കേരള കോൺഗ്രസിലെ മറ്റാരോ ആണ്, ആ പേര് ഞാൻ ഓർക്കുന്നില്ല. പരാജയപ്പെട്ടു പോയി കാപ്പനോട്. 21 ജോസ് കെ മാണിയും പരാജയപ്പെട്ടു. അതിനുശേഷം നടന്ന 24 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇവർക്ക് കോട്ടയം പാർലമെന്റ് സീറ്റ് നഷ്ടപ്പെട്ടില്ലേ കേരള കോൺഗ്രസിന്? അതെ, പാർലമെന്റ് വലിയൊരു അടിയായി പോയി, വലിയൊരു ആഘാതമായി പോയി. അപ്പൊ ഇതൊക്കെ ഏറെക്കാലമായിട്ട് ഇവരുടെ കൈകളിൽ തന്നെ ഇരുന്നതാണ്. അപ്പൊ ജോസ് കെ മാണിക്ക് LDFിലേക്ക് പോയപ്പോൾ എന്ത് നേട്ടം ഉണ്ടായി? ഒന്നുമില്ല. റോഷി അഗസ്റ്റിൻ മന്ത്രിയായി കാണും. പക്ഷെ റോഷി അഗസ്റ്റിനെ പിണറായി എന്ത് ചെയ്ത് തന്ത്രപൂർവ്വം കയ്യിലെടുത്ത് നിർത്തുകയും ചെയ്തു. അങ്ങനെയാണല്ലോ ഇപ്പം സഭയുടെ സമ്മർദ്ദം ഉണ്ടായി, ജോസ് മുന്നണി വിട്ട് UDFിലേക്ക് പോരണം. ജോസിനും അതിനായിരുന്നു താല്പര്യം. അത് എല്ലാ തരത്തിലുള്ള ശ്രമവും നടത്തി. UDFിന്റെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടായിരുന്നു. അതായത് അതിന് ശ്രമിച്ചത് അത്രയും മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന് ആണ് കൂടുതൽ താല്പര്യം. കാരണം എല്ലാവരെയും എത്ര പേരെ കൂട്ടാമോ അത്രയും പേരെയും കൂട്ടി 26-ൽ ഭരണം പിടിക്കുക എന്നുള്ളതാണ് ലീഗ് ആഗ്രഹിക്കുന്നത്. തിരുവമ്പാടി മണ്ഡലം വരെ കൊടുക്കാമെന്ന് പറഞ്ഞു. ജോസ് കെ മാണിയുമായിട്ട് ചർച്ച തുടങ്ങിയപ്പോഴേ കാപ്പൻ നെഞ്ചത്തടിച്ച് വിളിച്ചു പറയാൻ തുടങ്ങി, ഇല്ല ഞാൻ പാല കൊടുക്കത്തില്ല, ഞാനാണ് പാലയിൽ മത്സരിക്കുന്നതെന്ന്. അപ്പം ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പാല അവർക്കൊരു വലിയൊരു വൈകാരികമായിട്ടുള്ള ഇടമാണ്. കാരണം അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും കാലമായിട്ട് വിജയിച്ചു വരുന്ന 65 മുതൽ ജയിച്ചു വരുന്ന ഇടമാണ്. അതുകൊണ്ട്
അത് അവർക്ക് അനുകൂലമായിട്ട് നിൽക്കും എന്ന് കരുതിയാണ് ജോസ് കെ മാണി തൻ്റെ അടുത്തോടുകൂടി നിന്നത്. 21 പരാജയപ്പെടുത്തി എന്ന് വേണമെങ്കിൽ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. CPM-കാർ പരാജയപ്പെടുത്തിയതാണ്. അതിന് പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജോസ് കെ മാണിയുടെ വിലപേശലിന് വഴങ്ങാതിരിക്കാൻ വേണ്ടി CPM ചെയ്തതാണ്. ഇനിയിപ്പോൾ ജോസ് കെ മാണിയെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കണം. LDF-ന് കനത്ത പരാജയം സംഭവിക്കുന്നു, ജോസ് കെ മാണി പരാജയപ്പെടുന്നു. എന്തായിരിക്കും സ്ഥിതി? കേരള കോൺഗ്രസിന്റെ അന്ത്യത്തിലേക്കായിരിക്കും പോകുന്നത് ജോസ് കെ മാണിയുടെ. അങ്ങനെയൊക്കെ നേരത്തെ രാജേന്ദ്രൻ പറഞ്ഞതുപോലെ റോഷി അഗസ്റ്റിൻ ഇടുക്കിയില് അഗസ്റ്റിന്റെ മണ്ഡലം ഉറപ്പിക്കും. അപ്പൊ എന്ത് ചെയ്തു? പിളരാനുള്ള സാധ്യതയിലേക്ക് കൂടുതലാണ് എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ 21 ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം എന്ത് നേട്ടമുണ്ടായി കേരള കോൺഗ്രസിന്? ഒരു നേട്ടം. റോഷി അഗസ്റ്റിൻ നല്ലൊരു മന്ത്രിയാണ്. റോഷി അഗസ്റ്റിൻ മന്ത്രിയായി എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ പിണറായിയുടെ ഗുഡ് ബുക്കിലും. അല്ലാതെ വേറെ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് സത്യമാണ്. അപ്പൊ ഈ അവസരം എന്ത് ചെയ്തു? ഷോൺ അങ്ങ് കയറി. ഷോൺ ഒരു ക്രൈസ്തവ മുഖമാണ്. കാപ്പനെ എന്തായാലും അവിടുത്തെ ജനങ്ങൾ അറിഞ്ഞു. കെ എം മാണിയുടെ മരണത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പും പിന്നീട് 21 നടന്ന തെരഞ്ഞെടുപ്പിലും കാപ്പനിൽ നിന്ന് കിട്ടാനുള്ള കാര്യങ്ങൾ പാലയ്ക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടുത്തെ ബിഷപ്പന്മാരായാലും സഭയായാലും ക്രൈസ്തവരും ആലോചിക്കുന്നത് ഒന്ന് മാറ്റി ചിന്തിച്ചാൽ എന്താ കുഴപ്പം? കാരണം പ്രത്യേകിച്ച് കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് റബ്ബർ കർഷകരുടെ നാടാണ് ഇവിടം, അല്ലേ? അപ്പൊ ആ തരത്തിലുള്ള നേട്ടം ഉണ്ടാവും. പണ്ട് ബിഷപ്പ് പാംപ്ലാനി പറഞ്ഞതുപോലെ, നിങ്ങൾ റബ്ബറിന് 300 രൂപ വില തരൂ, ഞങ്ങൾ നിങ്ങൾക്കൊരു MBA തരാം എന്ന് പറയുകയുണ്ടായല്ലോ. അതുപോലെ ഇവർക്ക് പല ആവശ്യങ്ങളും ഉന്നയിക്കാം ഈ ഷോൺ ജോർജ് വഴി. ഷോൺ ജോർജ് എന്തായാലും ഒരു പാലമായിരിക്കും. അവിടെ വിജയനാഥ ഇപ്പോൾ വലിയൊരു കാര്യം അവർ സാധിച്ചിരിക്കുന്നു. അവർക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഇപ്പോൾ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിൽ ചില ക്രമീകരണങ്ങൾ ഒന്നുമില്ല. കാലാകാലങ്ങളിൽ ആ ബില്ലിൽ ക്രമീകരണങ്ങൾ, ആക്റ്റിൽ ക്രമീകരണം വരുത്താറുണ്ട്. 2010 വന്നിട്ടുണ്ട്, 2015 വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ഇതിനൊരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി വരും വിദേശ ഫണ്ട് നോക്കുന്നതിന്. ദുരുപയോഗം ചെയ്യുന്നു, തീവ്രവാദം വളരുന്നു എന്നറിയാൻ. അത് ക്രിസ്ത്യൻ സമുദായത്തിന് നല്ല കാര്യമാണ്. എന്നിട്ട് ഈ ജോസ് കെ മാണി പാലായിലിരുന്ന് പറയുകയാണ്, ഈ ബിഷപ്പുമാരെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, ഇനിയിപ്പോൾ ഞങ്ങൾ കുർബാന നടത്താൻ വേണ്ടി പോലും നരേന്ദ്രമോദിയുടെ അനുവാദം വേണമെന്ന്. എന്ത് ഉത്തരവാദിത്വമില്ലാത്ത വർത്തമാനമാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ഒരുപാട് മറുപടികൾ വന്നിട്ടുണ്ട്. ജോർജ് കുര്യൻ തന്നെ, മന്ത്രി ജോർജ് കുര്യൻ, കത്തോലിക്ക സഭയിൽപ്പെട്ട ആളാണ് അദ്ദേഹം മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ കുർബാനയൊന്നും ബാധിക്കുന്നില്ല, പണത്തിൻ്റെ ദുർവിനിയോഗം. ഇത് ഏറ്റവും പ്രയോജനപ്പെടുക ക്രിസ്ത്യൻ സമുദായത്തിന് തന്നെയാണ്. തീവ്രവാദം വരാതിരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും നഷ്ടമുണ്ടാക്കുന്നത് ഹിന്ദു സമുദായത്തിനാണ്. കാരണം വിദേശ ഫണ്ടുകളിൽ വരുന്നതിൽ 90% ഹിന്ദു സംഘടനകളിലേക്കാണ് പോകുന്നത്. അവരുടെ പല സ്ഥാപനങ്ങളും പൂട്ടിച്ചിട്ടുണ്ട്, മര്യാദയ്ക്ക് അക്കൗണ്ട് നിരത്താത്തതുകൊണ്ട് പല സ്ഥാപനങ്ങളും പൂട്ടിച്ചിട്ടുമുണ്ട്, സംസ്കൃത പഠനശാലകൾ ഉൾപ്പെടെ. അപ്പോഴാണ് ഇയാൾ ഇങ്ങനെ ഒരു വർത്തമാനം. കുർബാനയെ പറ്റി ഒരു പരാമർശം അതിനകത്തില്ല, ഫണ്ടിൻ്റെ കാര്യം മാത്രം പറയുകയാണ്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല വിജയനാഥെ, നമ്മളെല്ലാം വിചാരിക്കും കോട്ടയം ജില്ല എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ ജില്ലയാണ്. ഒരിക്കലുമല്ല. കേരളത്തിൽ മലപ്പുറമല്ലാതെ മറ്റൊരു ജില്ലയും ഇല്ല ഹിന്ദു ഭൂരിപക്ഷം ഇല്ലാത്തത്. കോട്ടയം ജില്ലയിലും ഭൂരിപക്ഷം ഉള്ളത് ഹിന്ദുക്കൾക്കാണ്. 8 ലക്ഷത്തി അവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത്, ഹിന്ദുക്കളുടെ എന്ന് പറയുന്നത് 8 വരത്തില്ല, 7 ലക്ഷത്തി ജനസംഖ്യയല്ല, വോട്ടർമാരുടെ എണ്ണമാണിത്. 7 ലക്ഷത്തി ഏറ്റവും പുതിയ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരം 7,49,304 ഹിന്ദുക്കളുണ്ട് കോട്ടയം ജില്ലയിൽ മാത്രം. അതേസമയം ക്രിസ്ത്യൻ ജനസംഖ്യ, നമ്മൾ വിവരം കോട്ടയം ജില്ല ക്രിസ്ത്യൻ ജില്ലയാണ് അല്ല, 6,14,520 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ലക്ഷത്തോളം ആളുകൾ കൂടുതൽ ഹിന്ദു സമുദായത്തിലുള്ളത്. പാലയിലും ഇതേ അനുപാതത്തിലാണ് ഹിന്ദുക്കളുള്ളത്. ഒരു ക്രിസ്ത്യൻ പ്രദേശമോ മണ്ഡലമോ അല്ലത്. കൂടുതലും രാമപുരം മുതലായ മേഖല, മുത്തോലി, ഈ മേഖലകളിലെല്ലാം ധാരാളമായിട്ട് ഹിന്ദുക്കൾ, പഴയ കർത്താക്കന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരൊക്കെയാണ് പാല ഭരിച്ചിരുന്നതും പാലയുടെ ശ്രേയസ്സിന് കാരണമായിട്ടുള്ളത്. കേരളത്തിലെ പ്രബല സമുദായമായ നായന്മാരുടെ ആസ്ഥാനം അത് ചങ്ങനാശ്ശേരി, കോട്ടയം ജില്ല. പിന്നെ കോട്ടയം ജില്ലയിൽ തന്നെ വരുന്നതാണ്. മാവേലിക്കര മണ്ഡലത്തിലാണ്, കോട്ടയം ജില്ലയിലാണ് വരുന്നത്. അങ്ങനെ ഒന്നാണ് ഇവിടെ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമാണ് പിന്നെ ഇതെന്ന് പറയുന്നത്. അപ്പം അത് കോട്ടയം എന്ന് കേട്ട് കഴിഞ്ഞാൽ ചായന്മാരുടെ നാടല്ല, അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരും കൂടാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗതയും തരും. ഇങ്ങനെ വർഗീയമായ പ്രസ്താവന നടത്തിയത് കൊണ്ട്
ആ തരത്തിലും ഷോൺ ജോർജ് ഇപ്പോൾ വലിയൊരു നേട്ടം നേടിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് ഈ ബില്ലിനെതിരെ അദ്ദേഹം നേരെ പോയി ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ അങ്ങനെയല്ല ചെയ്തത്. അയാളുടെ ഒരു സ്മാർട്ട്നെസ് കാണണം. നേരെ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പോയി കണ്ടു. അമിത്ഷാ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്നറിയാം, ആർക്കെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ ആ ആശങ്ക പരിഹരിക്കുന്നത് വരെ ഞങ്ങൾ ഈ ബില്ല് പാർലമെൻറ്റിൽ പാസ്സാക്കിയില്ല. ഇതിൽ കൂടുതൽ ഉറപ്പ് ക്രിസ്ത്യൻ സമുദായത്തിന് എന്ത് വേണം? ക്രിസ്ത്യാനികൾ നേരത്തെ തന്നെ പറഞ്ഞത് ഈ ബില്ല് വേണം, പക്ഷേ ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകാത്ത, അതായത് നല്ല ട്രാക്ക് റെക്കോർഡുള്ള സംഘടനകൾക്ക് കുഴപ്പം വരരുതെന്നാണ് പറഞ്ഞത്. അതും അതിനപ്പുറവും പരിഹരിച്ചുകൊണ്ടാണ് ഷോൺ ഇപ്പോൾ ഷൈൻ ചെയ്ത് അവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു ബൂസ്റ്റാണ്. ഉർവശി ശാപം അങ്ങനെ ഉപകാരമായി എന്ന് പറയുന്ന ഒരു സംഭവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.